ഇതൊന്ന് ഇളക്കുമ്പോൾ കിരികിരാന്നൊരു ശബ്ദം കേൾക്കും. അപ്പോൾ ഇത് മൂത്തു. അപ്പോൾ ഇത് ഇനിയിപ്പോൾ കോരാൻ പോയി കിരികിരാന്നായി. ഈ അച്ചാറുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചോറുണ്ണാൻ വേറെ കറി ഒന്നും വേണ്ട. അപ്പോൾ നമ്മുടെ സുന്ദരൻ ചാച്ചൻ, പാചകകലകളിൽ നിപുണനായ ചാച്ചൻ, ഇന്നൊരു പുതിയൊരു അച്ചാർ ഐറ്റമായിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നേക്കുന്നത്. അപ്പോൾ ചാച്ച, ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നതാ? ഇഞ്ചി മാങ്ങാച്ചാർ. ഇഞ്ചി മാങ്ങാച്ചാർ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ അല്ലേ? അതെ, ഇഞ്ചി മാങ്ങാച്ചാർ. ഇഞ്ചി മാങ്ങ നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കുന്നു, പച്ചമുളക് നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കുന്നു, വെളുത്തുള്ളി വാങ്ങിക്കുന്നു, പിന്നെ കടുക് വാങ്ങിക്കുന്നു, ഉലുവ വാങ്ങിക്കുന്നു, എണ്ണ വാങ്ങിക്കുന്നു. ഇവനെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് കടുകും പൊട്ടിച്ച് ഒരു ഇഞ്ചി മാങ്ങാച്ചാർ. ഇഞ്ചി മാങ്ങാച്ചാറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? വയറിന് നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്, നല്ല ബുദ്ധിക്ക് വികസനം കിട്ടും. ഇല്ലാത്ത ഗുണങ്ങളൊന്നും ഇല്ല. അത് ഇത് കഴിച്ചു നോക്കണം, എന്നാലും അറിയത്തുള്ളൂ. ഇഞ്ചി മാങ്ങാച്ചാർ ഉണ്ടാക്കി കഴിച്ചു നോക്കണം, അതിന്റെ ഗുണം അറിയാം. പണ്ടത്തെ കല്യാണത്തിനൊക്കെ ഇത് വിളമ്പാറുണ്ട്? പണ്ട് കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു ഇഞ്ചി മാങ്ങാച്ചാർ. ഇപ്പൊ വലിയൊരു പോപ്പുലർ അല്ലല്ലേ? ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ആരും ഇഞ്ചി മാങ്ങാച്ചാർ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ പഴമയുടെ രുചികളാണ് പരിചയപ്പെടുന്നത്. നന്മയുടെ രുചികൾ കഴിക്കേണ്ടത്. ഓക്കെ. പിന്നെ ഇതിനെന്നാ കൂട്ടുകളൊക്കെ? പിന്നെ കൂട്ട് ഇഞ്ചി മാങ്ങ വറക്കുന്നു, കടുക്, ഉലുവ, വെളുത്തുള്ളി, പച്ചമുളക്. അച്ചാർ പൊടി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അച്ചാർ പൊടിച്ചുണ്ടാക്കുന്ന അച്ചാർ പൊടിയാണ്. എണ്ണ, ഉപ്പ്, വിനാഗിരി അല്ലേ? ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ഇഞ്ചി മാങ്ങ അച്ചാറിന് വേണ്ടത്. ഈ ഇഞ്ചി മാങ്ങ ഇതെന്നാ ചെയ്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി മാങ്ങ അല്ലേ? ഇനി എണ്ണയിലിട്ട് വറക്കും. വെറും വെള്ളത്തിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി മാങ്ങ. അതെ. അപ്പൊ നമ്മൾ എണ്ണയിലിട്ടങ്ങ് വറക്കും. നല്ലോണം പാകമായി കഴിയുമ്പോൾ അതിനകത്ത് അച്ചാറിന് പൊടി എല്ലാം കൂട്ടി കടുക് പൊട്ടിച്ച് പിടി അങ്ങ് പിടിക്കും. ഒരു മറ്റേ വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോൾ അച്ചാർ ഒരു പറ ചോറിന്. ഒരു പറ ചോറുണ്ട്. തുടങ്ങിയൊക്കെ മോനെ. തീ കത്തിക്കോട്ടോ. ചട്ടി വെച്ചു, എണ്ണ ഒഴിക്കുന്നു. മറ്റേ എണ്ണ നല്ലെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചാൽ മതി. നല്ലെണ്ണ പാകത്തിനല്ലേ? പാകത്തിന് ഒഴിക്കാം. അതൊന്നും എടുക്കണ്ട. അത് എണ്ണ തേക്കട്ടെ. എണ്ണ ചൂടാവണം അല്ലേ? എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി വാങ്ങിയിടുന്നു, വറുത്ത് കോരുന്നു. പിന്നെ പച്ചമുളക് അതെല്ലാം കൂട്ടി വാട്ടിയിട്ട് അച്ചാർ പൊടി എല്ലാം ചേർത്ത് പിന്നെ അച്ചാറാക്കും. അങ്ങനെയാണ് പണി. അതിപ്പോൾ കാണിച്ചു തരാം, നീ നോക്കിയിരുന്നു. ഞാനിപ്പോൾ റെഡി അച്ചാർ ഞാനിപ്പോൾ റെഡിയാക്കി തരാം. അതെല്ലേ? ചാച്ചന് കല്യാണത്തിന് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ മുമ്പ്? പിന്നെ എന്നൊക്കെ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്? ഞാൻ ഇഞ്ചി മാങ്ങ അച്ചാർ, വെളുത്തുള്ളി അച്ചാർ, അങ്ങനെ മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, അങ്ങനെ പല അച്ചാറുകൾ. ചാച്ചന് കൂട്ടാൻ ഏറ്റവും ഇഷ്ടമുള്ള അച്ചാറിനാ ചാ? എനിക്കെല്ലാം ഇഷ്ടം. ഞാൻ ഉണ്ടാക്കുന്നല്ലേ, എനിക്കെല്ലാം ഇഷ്ടം. നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇഞ്ചി മാങ്ങ ഇടാൻ പോവുക. ഇഞ്ചി മാങ്ങ. അതെ, ഇവനെ ഒന്ന് വാട്ടി കോരി എടുക്കണം അല്ലേ? അതെ. ഇത് എത്ര ഗ്രാം ഇഞ്ചി മാങ്ങ വേണം ചാച്ചാ? ഒരു 200 ഗ്രാം ഇഞ്ചി മാങ്ങ അല്ലേ? അതെ. പിന്നെ ഒന്ന് വാട്ടി ഇങ്ങോട്ട് കോരി എടുത്തിട്ട് പിന്നെ നമ്മൾ ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് ഇതിനകത്തിട്ട് ആക്കി അച്ചാറാക്കും. എന്നിട്ട് ഇത് കൂടി ഞാൻ ചോറുണ്ട് നോക്കണേ. പിന്നെ അല്ലാതെ അറിയാം എൻ്റെ ഗുണം. നമ്മുടെ കൊച്ചുമോൻ ജോമോൻ ചാച്ചനെ മാത്തുക്കുട്ടി എന്നാണ് വിളിക്കുന്നത്? അല്ല, പിന്നെ അവന് ഒത്തിരി ഇഷ്ടം വരുമ്പോൾ മാത്തുക്കുട്ടി എന്നൊക്കെ വിളിക്കും. എന്നിട്ട് തലയിലൊക്കെ ഒന്ന് തൂത്ത് ഒന്ന് തലോടി പുറത്തൊക്കെ ഒന്ന് തിരുമ്മി ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. ചാച്ചനെ കൊച്ചുമോനെ കാണാതിരിക്കാൻ പറ്റുകയില്ല? ഇല്ല, എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റുകയില്ല. ഒരു മാസം ഇപ്പോൾ കാണാതിരുന്നതിൻ്റെ വിഷമം എനിക്കല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ കാണാതിരിക്കാൻ പറ്റില്ല. അടിക്കാൻ കൊണ്ടുപോയത് എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. ഇതുപോലെയൊക്കെ ഒരുക്കി ഷർട്ടും മുണ്ടൊക്കെ ഇടിച്ച് ഞാൻ ആദ്യം പെണ്ണ് കേട്ടാൻ പോകുന്നില്ല. അതിന് മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ആദ്യത്തെ പരിപാടിയല്ലേ. അങ്ങേരൊക്കെ ഒരുക്കി എല്ലാം പറഞ്ഞു തന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അങ്ങേരെ വിൽക്കുമ്പോഴും ഓർക്കും. മുടി വെച്ച് പോയി, എന്നാലും ഞാൻ ഓർക്കുമ്പോൾ ഇഷ്ടമായിരുന്നു. എന്നെ അത്രയും പുള്ളിക്ക് ഇഷ്ടമായിരുന്നു, പുള്ളിക്ക് എനിക്കും ഇഷ്ടമായിരുന്നു.
ഞങ്ങളുടെ കല്യാണ സമയത്തെ ഞങ്ങളൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണിനും ചെറുക്കനും രഹസ്യമായിട്ട് സംസാരിക്കാനൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. നിങ്ങളുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നേ ചാച്ചാ? ഞാൻ പെണ്ണ് കാണാൻ പോയില്ല. പിന്നെയോ? എൻ്റെ പെണ്ണിനെ അപ്പം കണ്ടു പറഞ്ഞു, ഇങ്ങനെ ഒരു പെണ്ണ് കണ്ടിട്ടുണ്ട്, നീ അതിനെ കെട്ടണമെന്ന് പറഞ്ഞു. കെട്ടണമെന്ന് പറഞ്ഞു? ഞാനത് കേട്ടു. പെണ്ണ് ഒത്തുകല്യാണത്തിന് പള്ളിയിൽ വരുമ്പോഴാണ് പെണ്ണെ കാണുന്നത്. എന്നിട്ടോ? ഞങ്ങൾ രണ്ടുപേരും ഒരു ഇടവക്കാരായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, രണ്ടുപേരും ഇടവക്കാരായിരുന്നു. ഒത്തുകല്യാണത്തിന് വരുമ്പോഴാണ് കാണുന്നത്. കണ്ടപ്പോൾ ഇഷ്ടപ്പെടുമായിരുന്നു. ഞാനിങ്ങനെ കണക്കൂട്ടി, എന്നാങ്കിലാണ് തമ്പുരാൻ തരുന്നതല്ലേ, ഇതായിരിക്കും നമുക്ക് വെച്ചിരിക്കുന്നത്, നമുക്ക് വെച്ച ഇതായിരിക്കും കണക്കൂട്ടി. സത്യം അങ്ങനെ ആണെന്ന് നമുക്ക് വെച്ചതായിരുന്നു. കാരണം ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ പുള്ളി രോഗിയായി. പിന്നെ മരിക്കുന്നതോടെ വരെ ഞാൻ ആശുപത്രി കയറി ഇറങ്ങി കൊണ്ട് നടന്ന് പുള്ളി മരിച്ചു. ഇപ്പം 3 കൊല്ലമാകാൻ പോകുന്നു. എന്നാണെങ്കിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വേദന അറിയുന്നത് കേട്ടോ. അങ്ങനെ രോഗിയാണെന്നെങ്കിലേ ഞങ്ങൾ അങ്ങനെയാണ് ഒരു ദിവസം പോലും പിണങ്ങിയിട്ടില്ല. അപ്പോൾ ഈ മനുഷ്യർ പിണങ്ങും വഴക്കൂടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അല്പം തോന്നും, ഇതെങ്ങനെ സംഭവിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അവന് മരിക്കുന്നതോടെ വരെ ഞങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. അത്ര സന്തുഷ്ടമായ മക്കളെ അങ്ങനെ സന്തോഷമായിട്ടാണ് ജീവിച്ചത്. രണ്ടുപേർക്ക് ഒരുമിച്ച് പോകണമെന്നാണ് ആഗ്രഹം. അനുവദിച്ചില്ല. ദൈവത്തിന് ഇഷ്ടമല്ലേ ചാച്ചാ? അതെ ഇഷ്ടമല്ലേ. എന്നാലും ഒത്തിരി വേദന ഉണ്ട് കേട്ടോടാ. അത് ഓർക്കുമ്പോൾ ഒരുപാട് വേദനയുണ്ട്. എന്നാലും വേറെ ഒന്നിനെ പറ്റി വേദന ഇല്ലാതാനും. ഇന്ന് വരെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യമൊക്കെ ഉണ്ട് താനും. പക്ഷേ അതൊന്നും എനിക്കൊരു വിഷയമല്ല. അത് നമുക്ക് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇല്ല, നീ ഇപ്പം എന്നെ എവിടെന്നെങ്കിലും പറഞ്ഞു ഞാൻ കേട്ടെങ്കിലേ കുഴപ്പമുള്ളൂ. ഇല്ല, എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ കണ്ടാലേ കുഴപ്പമുള്ളൂ. ഞാൻ കാണുന്നില്ല, ഞാൻ കേൾക്കുന്നില്ല, എനിക്ക് വിഷയമില്ല. പ്രത്യേക ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും പറ്റിയല്ല പോലെ. കണ്ടില്ല കേട്ടില്ല ഒന്നും ആരും വിചാരിക്കല്ല. കണ്ടതിന് ഉടനെ മറുപടി പറയും. മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ എനിക്കത് തമ്മിൽ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കെല്ലാം സന്തോഷം. മക്കളെ ആർക്കും ഒരു മുഷിപ്പില്ല. എന്നോടൊരു മുഷിപ്പ് ആർക്കും ഇല്ലേ? ഒരു മുഷിപ്പില്ല. ആരും പറഞ്ഞാൽ എനിക്ക് വരാതില്ലല്ലോ. ഞാൻ എതിര് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. ഇല്ല പറയില്ല. ഇഷ്ടപ്പെടാതാണെങ്കിൽ വേണ്ട, ആ കാര്യം ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. അതാണ് ഞാനൊരു മനുഷ്യരോട് പരാതി പറയില്ല. പോലെ ഈ ഇഞ്ചി മാങ്ങ ഇതൊന്ന് ഇളക്കുമ്പോൾ കിരികിരാന്നൊരു ശബ്ദം കേൾക്കും. അപ്പോൾ ഇത് മൂത്തു. അപ്പോൾ ഇത് ഇനിയിപ്പോൾ കോരാൻ പോയി കിരികിരാന്നായി. ഈ കോരുവാ. ഞങ്ങൾ ഇതിലൊഴിക്കുകയാണ്. കടുക് പൊട്ടിക്കാനുള്ള എണ്ണ ഒഴിക്കുന്നത്. കടുക് ഇവിടെ കൂടുതലും മൺപാത്രമാണ് ഉപയോഗിക്കുന്നത്. മൺപാത്രം ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്തുള്ള മൺപാത്രം പോലെ. അതിപ്പോൾ എങ്ങനെ എല്ലായിടത്തൊന്നും കാണില്ല. നമുക്കിത് ഒത്തിരി ഇഷ്ടമാണ്. കടുക് കിട്ടും. കിട്ടും. ഉലുവ കടുക് ഒന്ന് മൂത്ത് കഴിയുമ്പം വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടുന്നു. അവരൊന്ന് മൂത്ത് കഴിയുമ്പം കരിവേപ്പില, അവസാനം ഇഞ്ചി മാങ്ങ ഇതിലോട്ട് ഇടുന്നു. അച്ചാർ പൊടി ഇടുന്നു, കരിവേപ്പില ഇടുന്നു, മിക്സാക്കി യോജിപ്പിക്കുന്നു. വിനാഗിരി ഒഴിക്കുന്നു, പിന്നെ ഉപ്പ് ചേർക്കുന്നു, പിന്നെ അടിപൊളി അച്ചാറിട്ട് മാറ്റി വയ്ക്കുന്നു. വെളുത്തുള്ളി ഇടുക കേട്ടോ. പച്ചമുളക് പച്ചമുളകും കൂടി ഇടുവാണോ? അതെ. എത്ര പച്ചമുളകാണ് ചാച്ചാ? ഒരു 4 പച്ചമുളക്. 4 പച്ചമുളക് അല്ലേ? കുശിനിക്കാരനായിട്ട് അച്ഛനെ കുശിനിക്കാരനായിട്ട് നിന്നു. അപ്പോൾ അങ്ങനെ കുശിനിക്കാരനായിട്ട് നിൽക്കാൻ കാരണം അന്ന് ലത്തിൻ രൂപതയായിരുന്നു, കോഴിക്കോടുകാരുടെ. അപ്പോൾ അങ്ങേരെ അവിടെ നിന്ന് കുശിനിക്കാരനെ കൊണ്ടുവന്നതാണ്. അങ്ങേർക്ക് എന്തോ ആവശ്യം വന്ന് കുശിനിക്കാരൻ നാട്ടിൽ പോയി. അച്ഛന് കുശിനിക്കാരനില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ പോലെ ആളൊന്നുമില്ലാത്ത കാലമല്ലേ. എന്നോട് പറഞ്ഞു 3-4 മാസം നിൽക്കണം നീന്നു. അങ്ങനെ ഞാൻ പോയി അച്ഛൻ്റെ അടുത്ത് കുശിനിക്കാരനായിട്ട്. അപ്പോൾ ഈ അച്ചാറൊക്കെ എനിക്കൊന്നും ഉണ്ടാക്കാനൊന്നും അമ്മ അറിയത്തില്ലായിരുന്നു.
അപ്പോൾ അയലോകത്തെ വീട്ടിൽ കറികളെല്ലാം ഉണ്ടാക്കി തരും. ഞാൻ ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ എൻ്റെ മെയിൻ പണി എന്താണെന്നറിയോ, 2 മലാൻകുട്ടിയുണ്ട്. അവർക്ക് രാവിലെ വൈകിട്ട് ഒരേ കുപ്പി പാല് കാച്ചി കൊടുക്കണം. മലാൻകുട്ടി മ്ലാവ് കാട്ടിലും മ്ലാവിനെ കേട്ടിട്ടില്ലേ? അത് വളർത്തുന്നുണ്ടായിരുന്നു. 2 ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആ സമയമാകുമ്പോൾ പാഞ്ഞു വരും കുശിനിയുടെ പാതൊക്കെ. അവർക്ക് ഞാൻ ആ പാല് കൊടുത്ത് കാച്ചി കുപ്പി കൊണ്ട് ഒരു വായ വിളിക്കും, അങ്ങ് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഒരു 3-4 മാസം അച്ഛനും കുശിനിക്കാരനായിട്ട്. അപ്പോഴന്നും ഞാൻ ഈ കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. ഇന്നിപ്പോൾ എന്ത് കറി ഉണ്ടാക്കണം? എന്തും നമ്മൾ ചെയ്യും. പച്ചമുളകിന്റെ കളറങ്ങ് മാറിയും വാടിയ കളറാണ്. അതെ അതെ. ഇനി നമുക്ക് ഇഞ്ചി മാങ്ങ ഇങ്ങോട്ട് ഇടാം. ഇഞ്ചി മാങ്ങ. അപ്പോൾ കഥയിലെ നായകൻ. ഇവനാണ് കഥയിലെ നായകൻ. ഇഞ്ചി മാങ്ങ അങ്ങോട്ട് ഇടുക കേട്ടോ. എത്ര സ്പൂൺ അച്ചാറിടുന്നേ? 2 സ്പൂൺ. 2 സ്പൂൺ അച്ചാർ പൊടി അല്ലേ? അതെ. അച്ചാർ പൊടി ചേർത്തു. ഉപ്പ് ഉപ്പ്. അവനെ അങ്ങ് ചോപ്പിക്കണം അല്ലേ അച്ഛാ? അവനെ ഒന്ന് ചോപ്പിക്കണം. ഒന്ന് ചോന്നിങ്ങോട്ട് വരുമ്പോഴല്ലോ അവനൊരു പരുവത്തിലാവും. ഈ അച്ചാറുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചോറുണ്ണാൻ വേറെ കറി ഒന്നും വേണ്ട. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. അതാണ് അല്ലേ അച്ഛാ? അതെ. ഇപ്പൊ എല്ലാ സാധനങ്ങളും ഉണ്ട്. വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചിയുണ്ട് അല്ലേ? പച്ചമുളകുണ്ട്. ഉപ്പ് ഇടുക കേട്ടോ. ഏതാണ്ട് ഒരു സ്പൂൺ ഉപ്പ്. ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഉപ്പ്. വിനാഗിരി. അടുത്ത് തന്നെ ഒഴിക്കാൻ വേണ്ടി വിനാഗിരി ഒഴിക്കുന്നു. ഇത് വിനാഗിരി നമ്മൾ മൺപാത്രത്തിലാക്കി വെച്ചതല്ലേ? അതെ. ഇനി കുറച്ച് വറ്റണോ ചെയ്ത്? കുറച്ച് എല്ലാം കൂടി ഒന്ന് ചോദിക്കണം മോനെ. അതെ അല്ലേ? എങ്ങനെയുണ്ട് ഉഗ്രൻ? കൈകൊള്ളില്ലോ? ഇല്ലില്ല, ഒഴിച്ചു. ആഹാ, ഉഗ്രൻ, അടിപൊളി. പറ്റുമെന്ന് വേണ്ട കേട്ടോ. അച്ചാർ റെഡി. അച്ചാർ റെഡിയായല്ലേ? അച്ചാർ റെഡി. ഇതുപോലെ ഈ അച്ചാർ ഇഞ്ചി മാങ്ങ അച്ചാർ ഉണ്ടാക്കി കൂട്ടി എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ അച്ഛാ? ഇതാ ഒന്ന് നോക്കുവാനേ, ഇതാ അച്ചാറാണ്. ആദ്യം ഒന്ന് കൂട്ടി നോക്കിയതിലുണ്ട്. ഇച്ചിരി ചോറ് കടി ഉണ്ടായാലോ? അടിപൊളി കേട്ടോ. എന്നാ അച്ചാറാ അച്ഛാ ഇത്? ഇതാണ് ഗംഭീരാണ് അച്ചാർ. ഇതാണ് അച്ചാർ. ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞേക്കാം. എല്ലാവരും ഇതുകൊണ്ട് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കേ. ഇഞ്ചി മാങ്ങ അച്ചാർ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കേ. അപ്പോൾ വ്യത്യസ്തമായ ചാച്ചൻ്റെ ഈ അച്ചാർ എല്ലാവർക്കും ആരെങ്കിലും വിളിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിളിക്കുമ്പോൾ ഒന്ന് പറയണേ. ഇഞ്ചി മാങ്ങ അച്ചാറിൻ്റെ ഗുണം കൂടി. അപ്പോൾ ചാച്ചൻ്റെ ഇഞ്ചി മാങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂടുതൽ വ്യത്യസ്തമായ പാചക വീഡിയോകൾക്കായി സംസാരം TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ചാച്ച നമസ്കാരം. നമസ്കാരം.